എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏട്ടാ എന്നാ പരിപാടി? രാവിലെ തന്നെ ചിക്കൻ കഴുകല. രാവിലെ അടുക്കളയിൽ കയറ്റിയല്ലേ പാവം. പിന്നെ ഉണ്ടപൂരിയാന്ന് ആകെയായിട്ട് പണിയെടുക്കുന്ന ഇതാണെന്ന് എല്ലാവർക്കും അറിയാം. നമ്മളെ വീഡിയോ കാണുന്നവർക്കെല്ലാം ചിക്കൻ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുവോന്ന്. ഇന്നൊരു 1.5 ചൂട് ദിവസമാണ് കേട്ടാ. ഞാൻ വേർത്ത് കുളിച്ചിപ്പോ ഒന്ന് മുഖെല്ലാം കഴുകി ഫ്രഷ് ആയിട്ട് വന്നെയാണ്. കുറെ നേരമായി തുള്ളിക്കൊണ്ടിരിക്കുന്നു ഒരു ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി, ഒരു ഷോർട്ട് എടുക്കാൻ, റീൽ എടുക്കാൻ വേണ്ടിട്ട്. അപ്പൊ അതുകൊണ്ട് അമ്മേന്റെ ഫോൺ അടിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഫുള്ള് വേർത്തിന്. എന്ത് ചൂടറിയാ, സഹിക്കാൻ പറ്റുന്നില്ല. ഇന്നലെ എറണാകുളത്തെല്ലാം ചെറിയ മഴ കിട്ടിയും തക്കോട് വിളിച്ചാലും പറയുന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്കൊന്നും ഇവിടെ തീരില്ല. മഴ എന്ന് പോയിട്ട് എന്ന് പറയാനില്ല, ഇതുവരെ ഇല്ല. അത്രയും ചൂടാണ്. ഏട്ടന്റെ സ്പെഷ്യൽ ആയിരുന്നു ചിക്കൻ. എന്റെ സ്പെഷ്യൽ എന്തെന്ന്? ചിക്കൻ 65. ഉറപ്പന്നെയാ? ശരിക്കും ആക്കൂല എന്നാല് എന്നിട്ട് പണിയെടുത്താ മതി. എന്നാ ഉറപ്പാണേ. ഏട്ടനാ നിന്ന് കുക്ക് ചെയ്യാൻ, ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഓക്കെ ആ ശരി. പറഞ്ഞിട്ടുണ്ടായിട്ടില്ല കേട്ടോ. ഇപ്പൊ വെറുതെ ചോദിക്കുമ്പോ ഒരു അഭിമാന പ്രശ്നത്തിന്റെ കാരണത്തില് വെറുതെ ചിക്കൻ 65 എന്നെല്ലാം പറഞ്ഞാണ്. നമുക്ക് നോക്കാം. ഇന്ന് ശനിയാഴ്ച അല്ലേ ഏട്ടാ? ഇന്ന് ലീവല്ലേ ഏട്ടനെ? ആ സാരല്ല, അത് പിന്നെ എടുത്താ മതി. ഇതാരാണ് വരുന്നത്? ഇതേത് സുന്ദരിയാണ് വരുന്നത്? കുഞ്ഞു 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 തുള്ളി 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 പോകുന്നുണ്ടല്ലോ അച്ചയത്ത്. തുള്ളി തുള്ളി ലൈറ്റ് കത്തുന്നുണ്ട്. നിച്ചിന്റെ ക്രോക്സിന് ലൈറ്റ് കത്തുന്ന നോക്കിയാട്ടെ. നിച്ചു എവിടെയാ പോന്നേ? പാറുവിന് സുഖമില്ലാത്തോണ്ട് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോന്നെയാ? അതെയാ, ഏത് ഡോക്ടറെ അടുത്താ കൊണ്ടുപോന്നെ? അമ്മ വന്നോ? വാ വാ. ചിത്രപ്പാപ്പന്റെ പീടിയന്റെ അടുത്തുള്ള ഡോക്ടറെയാ? ആ ഡോക്ടറെ കാണിക്കാനാ പോന്നെ? ആ ശരി ട്ടാ. നമ്മള് മതിലിന്റെ പണി എന്തായി, ഗേറ്റിന്റെ പണി എന്തായി എന്നല്ല എല്ലാവരും ചോദിക്കലുണ്ടേ. അപ്പം പണി ഏകദേശം ഫിനിഷായി. ഇന്നലെ ഗേറ്റ് എല്ലാം കൊണ്ടുവന്ന് ഫിറ്റ് ആക്കാൻ വേണ്ടി തുടങ്ങി. ഇന്നത്തോടു കൂടി അത് കംപ്ലീറ്റ് ആയിട്ടാ. നിങ്ങൾ ഗേറ്റ് ഒക്കെ എന്തായി എന്നുള്ളത് കണ്ടിട്ട് വാ. ഇത് തലേ ദിവസത്തെ ക്ലിപ്പാണേ. അപ്പൊ ഗേറ്റ് കൊണ്ടുവന്ന സമയത്ത് നിച്ചൂട്ടി ഇതാ സുന്ദരിയായിട്ട് പുറത്തിറങ്ങി നിൽക്കുമെന്ന്. ഞാൻ വെറുതെ ഒരു ഹെയർ സ്റ്റൈൽ ട്രൈ ചെയ്ത് നോക്കിയാണ്. നിച്ചുവിൻ്റെ തലക്ക് മുടി ഇപ്പം അത്യാവശ്യം ഉള്ളതുകൊണ്ട് ഹെയർ സ്റ്റൈലെല്ലാം പറ്റുവേ. പക്ഷെ നിന്ന് തരുവേ ഇല്ല മുടി കെട്ടാൻ വേണ്ടിയിട്ട്. അതാണ് പ്രശ്നം. അപ്പോൾ ഗേറ്റ് അവർ കൊണ്ടുവന്നിട്ട് ഇറക്കുന്നുണ്ട്. അത് കാണുമ്പോഴേ പേടിയാവുന്നു. അത്രയും നല്ല വെയിറ്റ് ഉണ്ടല്ലോ അതിന്. അങ്ങനെ ഇറക്കുന്ന കാണുമ്പോൾ ഇങ്ങനെ പേടിയാവുന്നുണ്ട്, അത്രയും വെയിറ്റ് എടുത്തിട്ട് ഇറങ്ങുന്ന കാണുമ്പോൾ. ഇനി അത് ഇന്ന് ഉച്ചക്ക് വന്നിട്ട് അവർ ഫിറ്റ് ചെയ്ത് തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കൂളിംഗ് ഗ്ലാസ്സിലിട്ട് ലുക്ക് അതിനല്ലടോ. ഇതാ ഗേറ്റ്. എന്തിനാ അതിന്റെ മേലെ കയറി നിൽക്കുന്നത്? വീഡിയോ എടുക്കാനാ? നിന്റെ സ്റ്റേജാ ഇത്? ഇത് ഫിറ്റ് ആക്കണ്ടേ? എന്താ ഫിറ്റ് ആക്കാത്ത നിച്ചു? അറിയില്ല. ഓ നിച്ചു കുഞ്ഞു ആവിയാ? അതെയാ, ഫിറ്റ് ആക്കാൻ ഇപ്പൊ ആള് വരും അല്ലേ? ഇപ്പം ഇതാ ഇങ്ങനെയാണെന്നുള്ളത് മതിലിൻ്റെ അവസ്ഥ. ആ ഗേറ്റിൻ്റെ പോർഷൻ അവിടെ വിട്ടിട്ട് ബാക്കിയെല്ലാം ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി കുറച്ച് പണിയും കൂടി ഉണ്ട് അത്രേ. എന്നാലും ഗേറ്റിൻ്റെ റെയിലും എല്ലാം വെച്ച് കഴിഞ്ഞു. അപ്പോൾ വെച്ച് കഴിഞ്ഞിട്ടുള്ളത് പിന്നെ കാണിച്ചു തരാം. ചിക്കൻ 65 ആക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഒരാൾ ചിക്കൻ കഴുകി വെച്ചാട് അങ്ങ് ഓടിയിട്ടുണ്ട് കേട്ടാ. എടാ ഇനി ഇങ്ങോട്ട് വരുമൊന്നുമില്ല, വെറുതെ അടിച്ചതാണ് ഞാൻ ആക്കുന്നുള്ളത്. അപ്പൊ ചിക്കൻ കുഞ്ഞു കോഴിയാന്ന് തോന്നിട്ട് കുറച്ചേ ഉള്ളൂ. അപ്പൊ നിച്ചുവിന് ലെഗ് ചിക്കൻ ഫ്രൈ ചെയ്താൽ ഭയങ്കര ഇഷ്ടമാണ്. ലെഗ് ചിക്കൻ നിച്ചു പറയുന്ന വാക്കാണ്. അപ്പൊ അത് ജസ്റ്റ് ഫ്രൈ ചെയ്യാനും ബാക്കി നമുക്ക് റോസ്റ്റ് ആറ്റാക്കാം, കറിയൊന്നും ആക്കുന്നില്ല. അപ്പൊ അതിന് വേണ്ടിട്ട് ഒന്ന് പെരക്കി വെക്കാം വേഗം. ഞാൻ അന്ന് ദിവസം ഒരു ഷോർട്ട് വീഡിയോ ഇട്ടപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു ചിക്കൻ ഫ്രൈന്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊന്ന് ജസ്റ്റ് പറയാട്ടാ. നമ്മൾ MRA ഹോട്ടലിൽ പോയപ്പോ ഒരു ദിവസം കഴിച്ചിട്ടുണ്ടായിരുന്നു. അവിടുന്ന് അമ്മച്ചീസ് ചിക്കൻ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞു കുഞ്ഞു ചിക്കൻ പീസസ് ഉള്ളത് നിച്ചിന് ഭയങ്കര ഇഷ്ടമായി. ഇങ്ങനെ നല്ലോണം ഫ്രൈഡ് ആയിട്ടുള്ളത്. അപ്പം ആ ഒരു റെസിപ്പിയാണ് ഞാൻ 1-2 പ്രാവശ്യം ഇവിടെ ആക്കി. അപ്പൊ നല്ല സക്സസ് ആയിട്ട് വന്നിന്. അപ്പൊ അതൊന്നും ഇന്ന് ആക്കാമെന്ന് വെച്ചു പറയുന്നുണ്ട്. അപ്പൊ മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി അതെല്ലാം സെയിം നമ്മൾ എപ്പോഴും ഇടുന്ന പോലെ തന്നെ. ഉപ്പ് ആദ്യം തന്നെ ഇട്ടിട്ടുണ്ട്.
പിന്നെ കുറച്ച് നമ്മളെ പുട്ടുപൊടി ഉണ്ടല്ലോ, സാധാരണ പുട്ടിന്റെ പൊടി, അത് കുറച്ചിടും ഒരു തരിതരിപ്പിന് വേണ്ടിയിട്ട്. കുറച്ച് പുട്ടുപൊടി ഇടും. പിന്നെ അതുപോലെ തന്നെ കുറച്ച് കോൺഫ്ലവർ. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇത് കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് നമുക്ക് റോസ്റ്റ് ആക്കേണ്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് മറിച്ചാക്കി വെക്കണം. എന്നിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കി സെറ്റപ്പ് എല്ലാം ആക്കി വെച്ചാൽ അപ്പോഴേക്ക് ഇതെല്ലാം നല്ലോണം ഒന്ന് പിടിച്ചോളും. ചിക്കൻ നല്ലോണം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാ ഇത് റോസ്റ്റിന് വേണ്ടിയിട്ട്, ഇത് ഫ്രൈക്ക് വേണ്ടിയിട്ട് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ പെരക്കിയെല്ലാം വെച്ച് വെച്ചിനവിടെ പഴം പുഴുങ്ങാൻ ഇട്ടിട്ടുണ്ട്. 11:10 സമയം. ഇപ്പോൾ അമ്മക്ക് ഇന്ന് സ്കൂളിൽ പോകാനുണ്ട്. സ്കൂളിലല്ല, അമ്മേന്റെ സ്കൂളിലത്തെ ഒരു മാഷ് റിട്ടയർഡ് ആവുന്നുണ്ട്, ബാലകൃഷ്ണ മാഷ്. അപ്പൊ അതിന് പോകാനുണ്ട്. അതുകൊണ്ട് അമ്മ അതിന് പോകാൻ വേണ്ടിയിട്ട് റെഡിയാ പോകുന്നത്. അമ്മ രാവിലെ തന്നെ ഈ ഉള്ളിയും ഇതെല്ലാം, ഉള്ളി വെളുത്തുള്ളി ഇഞ്ചിയെല്ലാം സെറ്റപ്പ് ആക്കി തന്നു. അതുകൊണ്ട് വേഗമായി നമുക്ക് ഇതെല്ലാം ഒന്ന് സെറ്റായി കിട്ടിയാൽ തന്നെ വേഗം കുക്കിംഗ് വേഗം നടക്കുമല്ലോ. അതിന്റെ സജ്ജീകരണങ്ങൾ ഒരുക്കാനാണ് പണി. അതുകൊണ്ട് അതെല്ലാം വേഗമായി. റോസ്റ്റ് ആകുമ്പോൾ നമുക്ക് പണിയില്ലല്ലോ. മറ്റേ കറിയെല്ലാം ആകുമ്പോഴല്ലേ തേങ്ങയെല്ലാം വറുത്തരച്ച് കുറെ സമയം എടുക്കുക. പിന്നെ പെട്ടെന്നാവുന്ന സംഭവം അല്ലേ. അതുകൊണ്ട് വേഗം അങ്ങ് ആയിക്കോളും. എന്റെ കുഞ്ഞുമാമി ആരാ? കള്ളിപ്പെണ്ണെ വെച്ചുട്ടിക്ക് കുറച്ച് പഴം കൊടുത്തിട്ട് ഇരുത്തിയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിന് രാവിലെ നമ്മള് മറ്റേ അരിപ്പത്തിരി അന്നാക്കല്, പത്തല്. അതുകൊണ്ട് അധികമൊന്നും കഴിച്ചിട്ടില്ല കാണാൻ അല്ലേ. ഇവിടെ കാർട്ടൂണ് കണ്ടോണ്ടിരിക്കുകയായിരുന്നു കുറച്ചു നേരം. ഞാൻ അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ അമ്മയും പോവാൻ ഇറങ്ങുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഇനി കുളിക്കണ്ടേ കണ്ണപ്പാ? അമ്മമ്മേന്റെ കൂടെ. അമ്മമ്മ ഇന്ന് വേറെ ആവശ്യത്തിനാ പോകുന്നത്, മീറ്റിങ്ങിനാ പോകുന്നത്. അതുകൊണ്ട് അവക്ക് പോവാൻ പറ്റില്ല കേട്ടാ. കേട്ടോ കുട്ടി? കേട്ടോ കുട്ടി? കേട്ടോ കുട്ടി? അമ്മേനെ കണ്ടില്ല. ആരാ അമ്മേനെ? കണ്ണാപ്പി ആരാ? അയ്യോ അമ്മേന്റെ ചിക്കൻ കറി ഓടിക്കോ. അപ്പൊ റോസ്റ്റ് ആക്കാൻ വേണ്ടിട്ട് ഉള്ളിയും തക്കാളിയും വഴറ്റാൻ ഇട്ടിട്ടുണ്ടായിനെ. നീച്ചൂട്ടിക്ക് ഞാൻ അവിടെ തന്നെ ഇരിക്കണം. നീച്ചൂട്ടിൻ്റെ കൂടെ നീച്ചൂട്ടി ഫുഡ് കഴിക്കുമ്പോൾ ആയാലും ടി വി കാണുമ്പോൾ ആയാലും എല്ലാം ഞാൻ അവിടെ ഇരിക്കണം. അതാണ് വാശി പിടിക്കുക. അതുകൊണ്ട് പെട്ടെന്ന് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് അയ്യോ ഗ്യാസ് ഓഫാക്കണം എന്നെല്ലാം പറഞ്ഞിട്ട് ഓടിയാൽ മാത്രമേ വിടൂല്ലോ, അല്ലെങ്കിൽ ഓഫാക്കിയിട്ട് വരട്ടെ എന്നൊന്നും പറഞ്ഞാൽ വിടൂല. അപ്പം സാമ്പാർ ഉണ്ടായിരുന്നു തലേന്നത്തെ കുറച്ച്, അപ്പോൾ അത് മതി നമുക്ക്. പിന്നെ മത്തൻ വറവ് ഓൾറെഡി രാവിലെ ആക്കിയിട്ടുണ്ടേ. അപ്പോൾ ഉള്ളിയും തക്കാളി നല്ലോണം വഴന്ന് വന്നപ്പോൾ അതിനകത്തേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ തട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് കുക്കായിട്ട് വരണം. സിമ്പിൾ ചിക്കൻ റോസ്റ്റിന്റെ റെസിപ്പിയാണേ. അപ്പൊ അമ്മ പോവാൻ ഇറങ്ങിയിട്ടുണ്ട് ബാലകൃഷ്ണ മാഷ വീട്ടില്. ചെരുപ്പല്ല നേരത്തെ തന്നെയാ? 2 ചെരുപ്പ് ഒന്നല്ലേ? തിരക്കിന് പോകുമ്പോ ചിലപ്പോ ഒരു ചെരുപ്പ് ഒന്നല്ല ഇട്ടിട്ട് പോകും. ഓക്കെ വിട്ടോ. നമ്മളെ ഗേറ്റ് ഇതാ സെറ്റപ്പ് ആയിട്ടുണ്ട്. ഇനി അത് വൈകുന്നേരം കാണിച്ചു തരാം വൃത്തി. ഇറങ്ങിയേ അമ്മ മാഷ വീട്ടിലേക്കാ പോകണ്ട. ടീച്ചേഴ്സ് ആണെന്ന് മാഷയും കൂട്ടി വീട്ടിലേക്ക് വരുമ്പോൾ അവിടത്തേക്കാണ് ഈ റിട്ടയർഡ് ടീച്ചേഴ്സിനെല്ലാം വിളിച്ചിട്ടുള്ളത്. അപ്പൊ അവിടെ പോയി ഇനി ഫുഡെല്ലാം കഴിച്ചിട്ട് ഉച്ചയ്ക്ക് ശേഷം തിരിച്ചു വരും. എന്റെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നെ പോലെ ഇങ്ങനെ ഒരു പ്ലാൻ ഇല്ലാണ്ടാക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇന്ന സാധനം ഇതുപോലെ ആക്കാന്നുള്ള പ്ലാനിങ്ങിലൊന്നും അല്ല കേട്ടോ. ഞാൻ തുടങ്ങും റോസ്റ്റ് ആക്കാന്ന് പറഞ്ഞിട്ട് അങ്ങ് തുടങ്ങും. പിന്നെ അന്ന് ഇടക്ക് മൈൻഡ് മാറും. അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം. അങ്ങനെ മാറ്റി ആക്കുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. അല്ലാണ്ട് ചിലവര് പക്കാ ഒരു ഇതുപോലെ ചെയ്യുക, അങ്ങനെ പ്രിപ്പയർഡ് ആയിട്ട് ചെയ്യുമല്ലോ. ഞാൻ പക്ഷെ അങ്ങനെയല്ല. മിക്കവാറും ചിക്കന്റെ വെറൈറ്റി ഐറ്റംസ് എല്ലാം ആക്കുമ്പോൾ ഇങ്ങനെ അതിട്ടാ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും, ഇതിട്ടാ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും തോന്നുമ്പോൾ അങ്ങനെ ആഡ് ചെയ്യും. ഇപ്പൊ ഇതാ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ. ഇപ്പൊ എനിക്ക് തോന്നി എന്നാൽ കുറച്ച് തേങ്ങ വറുത്തിടാന്ന് വിചാരിച്ചു. അപ്പൊ ഏച്ചിയും പ്രമോട്ടനും ആക്കുന്ന ഒരു സ്റ്റൈലാണത്. ചിക്കൻ റോസ്റ്റിലാക്കുമ്പോൾ തേങ്ങ നല്ലോണം നമ്മൾ ചിക്കൻ കറിക്ക് വറുത്തരക്കാൻ വേണ്ടി വറുക്കൂലേ, അതുപോലെ വറുത്തിട്ട് ഇതിനകത്തേക്ക് അങ്ങനെ തന്നെ തട്ടും. അപ്പൊ ആ ഒരു പൊരി തേങ്ങേന്റെ ഇതും കൂടി ഉണ്ടാവുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഇനി തേങ്ങ ചേരണ്ടട്ടെ. ഫൈനലി നമ്മുടെ ചിക്കൻ റോസ്റ്റെന്നോ ചിക്കൻ പെരട്ടെന്നോ എന്ത് വേണമെങ്കിൽ പറയാം, അതിവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലോണം തേങ്ങ വറുത്തിട്ടിട്ടുണ്ട്, മല്ലിച്ചപ്പ് ഇട്ട്, ചിക്കൻ മസാലയിൽ അതിൻ്റെ ഇടയിൽ ഇട്ടു കേട്ടോ. ഫൈനലി റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് സെറ്റാക്കി ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് ഓഫ് ചെയ്തിട്ടില്ല ഫ്ലെയിമേ, നമുക്ക് അകത്ത് ഉണ്ടാക്കാം. ഏട്ടാ ചിക്കൻ 65 റെഡി ആയാ? റെഡി. എന്ത് റെഡി?
എന്നാ വെച്ചത് തന്നെ അറിയില്ല. എന്നിട്ടാണ് വലിയ ആളായിട്ട് പിന്നെ അത്രയും പണിയെടുത്തിട്ട് തന്നെ ആദ്യം ഞാൻ ആവാത്ത കാര്യം കേൾക്കാൻ പാടില്ല. പണിയെടുത്തില്ലേ പിന്നെ ചിക്കൻ കഴുകിയിട്ട് ഇവിടെ വെച്ചിട്ട് ഓടിയില്ല. പിന്നെ ഇതിന് പറഞ്ഞ ചിക്കൻ 65 ആക്കുന്നേ. പണിയെടുത്ത് ക്ഷീണിച്ചോണ്ട് ഇന്നത്തേക്ക് അവധി. ഒന്നും പറയുന്നില്ല. അല്ല മോളെ, അച്ഛൻ രാവിലെ 1 മണിക്കൂർ മുന്നേ ഒരാൾക്ക് പഴം കൊടുത്തതാണ്. ഇല്ല, ഇപ്പവും പഴവും തിന്നുകൊണ്ടിരിക്കുന്നത്. 1 മണിക്കൂർ മുന്നേ കൊടുത്തതാണ്. എന്ത് തോളുവാങ്ങണേ? വാ കുളിക്കാലോ, വാ കുളിക്കാലോ, വാ. അപ്പൊ നിച്ചുട്ടി കുളിച്ചിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് കുപ്പായ ഇടട്ടെ. ഓ കുഞ്ഞുവാവ കുളിച്ചിട്ട് വന്ന് പുകലം വെച്ചേ. ഓ ഇതൊക്കെ കണ്ട കാലെല്ലാം ഇങ്ങനെ ആക്കുന്നുണ്ട. ഇത് ചെറിയ പൊടി വാവിയാനേ. പൊടി വാവയാകുമ്പോ കൈ പൊന്തിക്കുവല്ല. ഓ കൈയെല്ലാം പൊന്തിക്കുന്ന കുഞ്ഞുവാവിയാനേ ഇത്. എണീക്കണേ 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 എണീക്കണേ. മറവത്തൂര് കായലിലെ കടക്കലുണ്ടൊരു കൈത തേച്ച് മുള്ളും മടപ്പനേന്റെ കരയിൽ നിന്നൊരു കള്ളനോട്ടം കണ്ടേ. തന്നാന തന്നാന അത് കുറ്റമാക്കല്ലേ. ഇതൊന്ന് ഡാൻസ് കളിക്കുന്നവറ്റ് വെറുതെ തുള്ളൂന്ന്. അപ്പൊ ഉറക്കെല്ലാം എണീച്ച് കഴിഞ്ഞിട്ട് എല്ലാരും ചായ കുടിക്കുന്ന തിരക്കിലാന്ന്. അമ്മയുടെ നീച്ചൂട്ടിന്റെ പെരിയോനെ റഹ്മാനെ കേട്ടോണ്ടിരിക്കുന്നു. ലാസ്റ്റ് മിണ്ടാതിരിക്കൂ കുട്ടി. അതാന്ന്. അതെന്തിനാ പാടിനെന്തോ എന്നോടെന്തോ പറഞ്ഞതാന്ന്. അപ്പൊ ഇത് അമ്മയും നിച്ചൂട്ടി എല്ലാം ഡ്രസ്സ് മാറ്റിട്ട് എവിടെയാ പോന്നോ നോക്കാലാ. എവിടെയാ പോന്നേ? എവിടെയാ പോന്ന് പറ. പറയൂലേ? അറിയില്ലാന്നാ പറയൂലാന്നോ? ഓട്ടോറിക്ഷയിലാ പോന്നേ? എടാ അമ്മയും അച്ഛനും നിച്ചുട്ടിയും കൂടെ മാധവൻ അച്ഛൻ്റെ അടുത്ത് പോകുന്നല്ലേ. അച്ഛൻ്റെ ഏട്ടന്മാരുണ്ട്. അവിടെ അടുത്തേക്ക് പോവുന്നേ. ഓട്ടോയിലാ പോന്ന് നിച്ചു. ഓട്ടോയില് പോന്ന് പറഞ്ഞാൽ നിച്ചുവിന് സന്തോഷാന്ന്. അമ്മ ഈ സാരിന്റെ പ്രത്യേകത ഓർമ്മയുണ്ടാ? ആദ്യമായിട്ട് അമ്മ എന്നെ കാണാൻ, ഞാൻ ആദ്യമായിട്ട് അമ്മേനെ മീറ്റ് ചെയ്യുമ്പോ അമ്മ ഈ സാരി ഉടുത്തിട്ടാണ് ഉണ്ടായിന്. നമ്മൾ ഡിഗ്രി അല്ല ബിടെക്കിന് ഒരു 3rd ഇയർ ആയിട്ടും പഠിക്കുന്ന സമയത്ത് കണ്ണൂര് പ്രൊജക്ട് ചെയ്യാൻ കണ്ണൂര് തളാപ്പ് വന്നേരം അവിടെ നമ്മ ഈ സാരി നമ്മള് പയ്യാമ്പലെല്ലാം പോയിട്ട് കറങ്ങി ഫോട്ടോ ഉണ്ട് എവിടെയോ ഈ സാരിയില്. നമ്മളെ ഗേറ്റ് ഇതാ പണിയായി. ഇനി ഇവിടെയെല്ലാം ഒന്ന് ഫിനിഷിങ് വർക്ക് ഉണ്ട് അത്ര കേട്ടാ. പെയിന്റ് അടിക്കണം, അങ്ങനത്തെ പണിയെല്ലാം ഉണ്ട് അത്രേ. ഒന്തിയൊക്കെ അമ്മയെ തുറക്കാൻ പറ്റുന്നുണ്ടോന്ന്. അങ്ങോട്ട് പോവാൻ സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ടോന്നല്ലേ? ഓ പക്ഷെ നല്ല പാറ കൊടുക്കേണ്ടി വരുന്നുണ്ടാ? ആടെ തടസ്സമുണ്ട്. ഞാൻ ഒന്തി നോക്കട്ടെ. എന്റെ അമ്മ ഉണ്ട് കേട്ടാ. കുറച്ച് ശക്തി കൊടുക്കാനുണ്ട്. ഇങ്ങോട്ട് വരുമ്പോ വലിയ കുഴപ്പമില്ല. ആ ടയറാടെ മുട്ടുമ്പോ അവിടെ നിന്നോളൂ. പിന്നെ ഒരു കുഞ്ഞു ഗേറ്റ് നമുക്ക് നടക്കാനും ബൈക്ക് വരാനും. ഇങ്ങനെ കൈയിട്ട് തുറക്കാൻ പറ്റൂല. ഉള്ളൊന്ന് ക്ലോസ് ചെയ്താല്. ഇനി ഇവിടെ എല്ലാം ഇതാക്കണം അത്ര. കോൺക്രീറ്റ് ചെയ്ത് ഫില്ല് ചെയ്യണം. പിന്നെ ഇതിവിടെ കെട്ടി മുട്ടിക്കണം. അപ്പറും അതുപോലെ കെട്ടി മുട്ടിക്കണം. ലൈറ്റ് എല്ലാം വെക്കണം അത്ര. അങ്ങനെ മതിൽ അങ്ങോട്ട് ഒന്ന് ചെറിയ പണിയുണ്ട്. എക്സ്റ്റെൻഡ് ചെയ്യാനുണ്ട്. ഒരു ഹൈറ്റ് കല്ല് വെച്ചിട്ട് അങ്ങോളം അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാനുണ്ട്. അങ്ങനത്തെ കുറച്ച് പണിയെല്ലാം ബാക്കിയുണ്ട് അത്രേ. എന്നാലും ഇപ്പൊ ഗേറ്റ് ആയല്ലോ നമുക്ക്. അല്ലെങ്കിൽ ഇത്രയും നാൾ തുറന്നിട്ട് ചെല്ലുണ്ടായേ. അപ്പൊ ഇതേതായാലും ആ പണി ഫിനിഷായി. ഇനി ബാക്കി നമുക്ക് മെല്ലെ മെല്ലെ ചെയ്താൽ മതിയല്ലോ. ഇത് ഇങ്ങോളം ഇതിന്റെ റെയിൽ ഇങ്ങോളം ഉണ്ട് കേട്ടാ. റെയിൽ ഇതാ ഇങ്ങറ്റം വരെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് റെയില്. നമുക്ക് വലിയ വണ്ടിയെല്ലാം കയറുമ്പോ അങ്ങ് മൊത്തം കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് തുറക്കാലോ. ചുന്തരി വാവി ചുന്തരി വാവി ചായോ ചാഞ്ഞുറങ്ങ്. ഗുഗിളായിട്ട് പോയിട്ട് പറഞ്ഞേ കണ്ണേ. അമ്മ എല്ലാരോടും ചോദിച്ചിനി പറയണേ. എല്ലാരോടും നല്ലോണം വർത്താനം പറയണേ. ഓക്കേടാ? ഓക്കെ. ശരിക്കും അമ്മയോട്. അപ്പൊ ഓട്ടോ വന്ന് അവര് പോലായേ.
ടാറ്റ ടാറ്റ പറടാ. അച്ഛച്ച വരലായി. ചെരുപ്പിട്ടില്ലേ അവള്? ചെരുപ്പിട്ടില്ലേ? ഇവർ പോയ ഗ്യാപ്പിൽ ഞാൻ 2 റീൽസ് എടുത്തു. ഞാൻ രാവിലെ പറഞ്ഞിട്ടില്ലേ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു ഒരു ഡാൻസിനെന്ന്. അപ്പോൾ ഈ റീൽസ് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവുമായിരിക്കും. ഞാൻ ഈ വീഡിയോ ഇടുന്നതിന് മുന്നേ ആയിട്ട് തന്നെ റീൽസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിന്. അപ്പോൾ നമ്മളെ പുതിയ ഗേറ്റിൻ്റെ മുന്നിൽ നിന്നാണ് ആദ്യത്തെ റീല്. നിച്ചു അച്ഛൻ്റെ അമ്മേൻ്റെ ഒപ്പം പോയ സമയം കൊണ്ട് ഞാനൊരു 2 റീൽസ് എടുത്തു കേട്ടോ. ഷോർട്ടായിട്ട് ഇവിടെ യൂട്യൂബിൽ ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ. എനിക്ക് എപ്പം ഈ വ്ളോഗ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് റീൽസ് എടുക്കുമ്പോൾ എനിക്ക് ആ ഡ്രസ്സിൽ വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോവേ. എല്ലാം കഴിഞ്ഞ് കുറേ നേരം റെസ്റ്റ് എടുത്ത് ഡ്രസ്സെല്ലാം മാറ്റി വെച്ച് ആണ് അയ്യോ വ്ളോഗ് എടുത്തോണ്ട് ഉണ്ടായിട്ടേന്ന് ഓർമ്മ വന്നിനി. ഫുള്ള് വേർത്ത് തലയെല്ലാം വെള്ളമായി ഡാൻസ് തുള്ളിയിട്ട് ഡ്രസ്സ് കാണാൻ പറ്റുന്നില്ല കേട്ടോ. വെള്ളത്തിൽ മുക്കിയെടുത്ത പോലെ ആയിട്ടുണ്ട് ഡ്രസ്സ്. ഇനിയിപ്പോൾ കുളിക്കണം, ഒന്ന് അടിച്ചെല്ലാം വരണം, എന്നിട്ട് കുളിക്കണം. പിന്നെ രാത്രിയൊക്കെ എന്താ ഉണ്ടാക്കണ്ടേന്ന് ആലോചിക്കുന്നത്. നമ്മൾ ചിക്കൻ റോസ്റ്റ് ഉണ്ട്. അപ്പോൾ കുറച്ച് നെയ്ച്ചോറ് ഉണ്ടാക്കണോ അല്ല ചപ്പാത്തി ഉണ്ടാക്കണോ എന്നുള്ള സംശയത്തിലാണ് മിക്കി നോക്കുന്നുണ്ട് നമ്മള്. നിച്ചുട്ടിനെ കുറേ നേരം കാണാടുക്കുമ്പോൾ എന്തോ പോലെ ആവുന്നു. അങ്ങനെ ശീലമില്ലല്ലോ. എന്നിട്ട് ഞാനും ഏട്ടനും പറയുന്നു ഈ പെണ്ണെന്താ വരാത്ത, കുറേ നേരമായല്ലോ പോയിട്ട് എന്ന് പറഞ്ഞുകൊടുക്കുമെന്ന്. അപ്പോൾ വരുമായിരിക്കും. അവർ പോയ ഓട്ടോ അവിടെ നിന്ന് വിട്ടിട്ട് പിന്നെ വേറെ ഓട്ടോ ആക്കി വരാമെന്നാണ് പറഞ്ഞ്. ഞാൻ ഒന്ന് മുഖമെല്ലാം കഴുകി ഫ്രഷായി എൻ്റെ അടിച്ചു വരലെല്ലാം കഴിഞ്ഞ് ഒന്ന് കുളിക്കുവെല്ലാം ചെയ്യട്ടെ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. കുളിയും ഇതെല്ലാം കഴിഞ്ഞ് 7 മണിയെല്ലാം ഇവർ വരാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ട് കുറച്ച് നമ്മൾ ഉച്ചക്കത്തെ ചിക്കൻ ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് അതെല്ലാം ഫുഡെല്ലാം കഴിച്ച് രാത്രി ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കുമെന്ന്. അപ്പോൾ നിച്ചുട്ടിൻ്റെ കലാപരിപാടിയാണിത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടാറ്റാ.